മലയാളത്തിൽ അടയാളപ്പെടുത്തിയ ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ. ഇന്നത് ദേശീയ തലത്തിൽ വരെ എത്തിയിരിക്കുന്നു. സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു അഭിമാന മുഹൂർത്തത്തിലാണ്. എത്രത്തോളം സന്തോഷം? ഭയങ്കര സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ സിനിമ ചെയ്യുന്നു, അതിന് എല്ലാ തരത്തിലും എല്ലാവിധ മേഖലകളിൽ നിന്നും അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവാർഡുകളാണ്. പിന്നെന്താ പറയുക, സന്തോഷമാണ്. ആദ്യത്തെ സിനിമ ചെയ്ത ഒരാളെന്ന രീതിയിൽ ഭയങ്കര സന്തോഷമാണ്. ാണ് തുടങ്ങിയത്, അതിനുശേഷം സംസ്ഥാന അവാർഡ്, പിന്നെ അത് തിയേറ്ററിൽ എത്തുന്നു, ആളുകൾ ഏറ്റെടുക്കുന്നു, ഇപ്പോൾ ഇതാ ദേശീയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ പറയുക, സന്തോഷം തന്നെയാണ്. നമ്മൾ ഈ ആദ്യത്തെ പടം ചെയ്യുന്നു, അപ്പോൾ ചെറിയ ആളുകൾ പുതുമുഖങ്ങളാണ് വേണ്ടി അഭിനയിച്ചുള്ളത്. അപ്പോൾ അപ്പോഴും ആ കഥ പറയുന്ന അതിൻ്റെ ഒരു ഇത് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ അംഗീകരിക്കപ്പെടും എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്തതാണ്. പിന്നെ പറഞ്ഞാൽ ഒക്കെ സംഭവിച്ചു. അല്ലാതെ ചെറിയ ചിത്രമാണെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു പ്രമേയം വലുതാണല്ലോ, ആശയം വലുതാണല്ലോ. ഞാൻ എപ്പോഴും സിനിമ തുടങ്ങുമ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത് അതിൻ്റെ കണ്ടന്റിലും പിന്നെ അതുപോലെ തന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസിലൊക്കെ ആയിരുന്നു ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയേണ്ട സിനിമയാണ്, ചെയ്യേണ്ട സിനിമയാണെന്നുള്ള ബോധ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഥ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ IFFK സമയത്തടക്കം വന്ന കമൻസ്, അതിന് ശേഷം സ്റ്റേറ്റ് അവാർഡ്, ഇപ്പോൾ നാഷണൽ അവാർഡ്. അപ്പോൾ ഈ കഥ എപ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നത്, അല്ലെങ്കിൽ അവിടെ നേരിടുന്ന സ്ത്രീകളുടെ അനുഭവങ്ങൾ, അതൊക്കെയാണ് ഇതിൽ പ്രമേയമാക്കിയത്. കിടക്ക വരെ ഒരു പ്രധാന കഥാപാത്രമായി മാറുന്നൊരു ചിത്രം. അതെ, ഒരു കിടക്ക ഫാത്തിമയുടെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലുള്ള വഴിയാണ്. അവളിൽ ഫാത്തിമ എന്താണെന്ന് കണ്ടെത്തേണ്ടി വന്ന അതിലൊരു ലൈനാണ് ആ ബെഡ് എന്നുള്ളത്. അപ്പോൾ അത് ആ ബെഡിന് കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ, ഒരു കഥ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് അതിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതാണ് വർക്കൗട്ടായതെന്നുള്ളത്. ഇത് ആദ്യത്തെ ചിത്രമാണെന്ന് പറയുന്നു. ഇനി മുന്നോട്ട് അടുത്ത സിനിമകൾ ചെയ്യണം, വലിയ വലിയ സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും സംഭവിക്കട്ടെ. മമ്മൂട്ടിക്കും കൂടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു ഇരട്ടി മധുരം എന്നാണ് പറഞ്ഞത്. മമ്മൂട്ടി പറഞ്ഞ ഒരു ഇരട്ടി മധുരം, 2 ഇരട്ടി മധുരം. വലിയ സന്തോഷം. എന്തായാലും ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം ഇന്ന് വാനോളം ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ അഭിമാന നിമിഷത്തിൽ തന്നെയാണ് സംവിധായകൻ